അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സഹോദരങ്ങളെ, വല്ലാത്തൊരു അത്ഭുതമാണ് പരിശുദ്ധ ഖുർആൻ. അത് വാനലോകത്തും ഭൂലോകത്തും ഒരുപോലെ അത്ഭുതങ്ങൾ അനുഗ്രഹം നിറക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അല്ലാഹു നസ്സല അഹ്സനൽ ഹദീഥി കിതാബ. വേദങ്ങളിൽ ഏറ്റവും ഉത്തമമായ വേദം ഗ്രന്ഥരൂപത്തിൽ അവതരിപ്പിച്ചത് അള്ളാഹുവാണ്. ആ വേദഗ്രന്ഥം അള്ളാഹു ആകാശത്ത് നിന്ന് ആകാശത്തിന്റെ വിശ്വസ്തനും കാവൽക്കാരനുമായ ജിബ്രീൽ അലൈഹിസ്സലാമയെ ഭൂമിയിലേക്ക് എത്തിക്കുവാൻ ചുമതല. അങ്ങനെ അദ്ദേഹം അതിനാൽ തന്നെ അമീനുസ്സമാ, ആകാശത്തിലെ വിശ്വസ്തൻ എന്ന സ്ഥാനപ്പേരിന് അർഹനായി. ഭൂമിയിൽ അള്ളാഹുവിന്റെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അത് ഏറ്റുവാങ്ങി. അങ്ങനെ ഭൂമിയിൽ അദ്ദേഹം അൽ അമീൻ ആയി, അഥവാ വിശ്വസ്തനായ അനുഗ്രഹീതനായ പ്രവാചകനായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചത് റമളാൻ മാസത്തിലാണ്. അങ്ങനെ റമളാൻ മാസം മാസങ്ങളിൽ ഏറ്റവും ഉത്തമമായ മാസമായി. ആ മാസത്തിൽ തന്നെ അനുഗ്രഹീതമായ വിധി നിർണായകമായ ഏറ്റവും ഉത്തമമായ രാവിൽ അഥവാ ലൈലത്തുൽ ഖദ്റിലാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനെ അവതരിപ്പിക്കാൻ ആരംഭിച്ചത്. അങ്ങനെ ആ രാവ് 1000 മാസങ്ങളെക്കാൾ അനുഗ്രഹീതമായ പുണ്യം നിറഞ്ഞ മാസമായി മാറി. ഈ പരിശുദ്ധ ഗ്രന്ഥം അള്ളാഹു അവതരിപ്പിച്ചതിന് ശേഷം അത് ഏറ്റെടുക്കാൻ ഏൽപ്പിച്ചത് ഉമ്മത്ത് മുസ്ലിമെയാണ്, മുസ്ലിം സമുദായത്തെയാണ്. അങ്ങനെ മുസ്ലിം സമുദായം ഖൈർ ഉമ്മത്ത്, ഏറ്റവും ഉത്തമമായ സമുദായമായി മാറി. ഈ ഖൈർ ഉമ്മത്തിന്, ഈ ലോകത്തിന് അള്ളാഹു നൽകിയ ഈ പാരിതോഷികത്തിന്റെ വാർഷികമാണ് യഥാർത്ഥത്തിൽ റമളാനിലെ നോമ്പ് എന്ന് പറയും. നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആൻ അവതരിച്ചു കിട്ടിയതിന്റെ നന്ദി പ്രകാശനമായിക്കൊണ്ട്, നേരത്തെ പറഞ്ഞ ആയത്തിന്റെ ബാക്കിയായി അള്ളാഹു പറഞ്ഞതുപോലെ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരുടെ മനസ്സിൽ കുളിർമ കോരിയിടുന്ന, അവർക്ക് രോമാഞ്ചമണിയിക്കുന്ന അനുഭവം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയിരിക്കുന്നത്. സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ല, പിന്നീട് അവരുടെ ഹൃദയവും അവരുടെ ശരീരവും ഒക്കെ അള്ളാഹുവിന്റെ സ്മരണയിലേക്ക്, ദിക്റിലേക്ക് ചായും. ജീവിതം എന്ന് പറയുന്നത് അത് ജീവിതത്തിലെ ഏത് സന്ദർഭമായാലും കർമ്മമായാലും പ്രവൃത്തിയായാലും അത് ദിക്റുള്ളയാണ്. ആ ദിക്റുള്ള നിലനിർത്തുന്നതിനും പരിശീലിക്കുന്നതിനും ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിനും വേണ്ടിയാണ് ഈ അനുഗ്രഹീത ഉമ്മത്തിന് അള്ളാഹു റമളാനിലെ നോമ്പ് വ്രതം നിർബന്ധമാക്കിയിരിക്കുന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.